السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. الله سبحانه وتعالى മഹാനായ ശൈഖുനായുടെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിൻ്റെ ബഹുമാനം കൊണ്ടും രണ്ട് ലോകത്തിലും ഇസ്സത്തിൻ്റെ ഹിലുകാരിൽ അള്ളാഹു നമ്മെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട നഈമി ഉസ്താദിൻ്റെ പ്രഭാഷണം, ഉസ്താദിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഹബ്ബുർ റസൂൽ പ്രഭാഷണം എന്ന് തന്നെയാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. അത് നന്നായി ശ്രവിക്കാൻ, മനസ്സിലാക്കാൻ, പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒറ്റ വാക്ക് പറയണം. അധ്യക്ഷ പ്രസംഗത്തിൽ നിന്നും അതുപോലെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ നിന്നും നാം മനസ്സിലാക്കിയെടുത്ത ഒരു നത്തീജ എന്ന നിലയ്ക്ക് എല്ലാവരും പറഞ്ഞത് ഈ വിഷയം ശൈഖുനായിൽ നിന്ന് നാം മനസ്സിലാക്കിയതും കണ്ടതും കേട്ടതും ആണെന്നാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ്? മഹബത്തും ആ ഇത്തിബാവും നമ്മിലേക്ക് കടന്നു വരാനുള്ള ഏറ്റവും വലിയ ഒരു മാനദണ്ഡമായി ശൈഖുനായിൽ നിന്ന് നാം മനസ്സിലാക്കിയൊരു വിഷയം, നമ്മുടെ ഹറക്കാത്ത് സക്കനാത്തുകളെല്ലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീക്ഷിക്കുന്നു, കാണുന്നു എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നന്നാകാൻ ഏറ്റവും ഉതകുന്ന ഒരു വിഷയമാണത്. ഇൽത്തിഫാത്തിനെ പറ്റി മഹ്ലിയിൽ ഓതുന്ന സമയത്ത് അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകുന്നില്ല എന്നതിന് തെളിവായി ഒരു ഹദീസ് അതിന്റെ പിന്നാലെ കൊണ്ടുവന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിയെ ഒരാവശ്യത്തിന് പറഞ്ഞയച്ചു. അപ്പൊ ഞാൻ പോയി വരാമെന്ന് ഏറ്റെടുത്തു. നിസ്കരിക്കുന്ന സമയത്ത് ആ ശിഷ്യനായ സ്വഹാബി പോയ ആ ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കി. ഇത് ഫുഖഹ എടുത്തുദ്ധരിക്കുന്ന ഹദീസാണ്. നിസ്കാരം അതുകൊണ്ട് തിരിഞ്ഞു നോക്കണമെന്നല്ല ഈ പറഞ്ഞത്. അതുകൊണ്ട് ബാത്തിലാകുന്നില്ല എന്നതിന് തെളിവായി ഉദ്ധരിച്ച ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് ശൈഖുന പറഞ്ഞു, അത് ശ്രദ്ധിക്കുകയാണ്. എന്റെ കുട്ടി ഞാൻ പറഞ്ഞയച്ചൊരു വിഷയം ശ്രദ്ധിക്കാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രവർത്തനം കഴിഞ്ഞു വന്നോ, അവനിക്ക് വല്ലതും സംഭവിച്ചോ എന്ന് ഇൽത്തിഫാത്ത് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ഈ തിരിഞ്ഞു നോട്ടം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും എന്നാണ്. ബഹുമാനപ്പെട്ട നഈമി ഉസ്താദ് അവர்கள் കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇനി നമ്മുടെ കാത്തിരുന്ന ബഹുമാനപ്പെട്ട മഹാനവറുകൾ ഫാറൂഖ് നഈമി ഉസ്താദ് അവരുടെ പ്രഭാഷണം തുടങ്ങുകയാണ്. ആ നിലക്ക് നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ പ്രവർത്തനങ്ങളിലേക്കും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടം എപ്പോഴും ഉണ്ടാകും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു വിരോധിച്ച ഒരു സ്ഥലത്തും ഞങ്ങളെ കാണില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതാണ് മഹബത്തിന്റെ അടിത്തറ. ഞാൻ പ്രഭാഷണം നീട്ടുന്നില്ല. സ്വഹാബികളുടെ വിശ്വാസം അങ്ങനെയല്ലേ? ഉഹദ് യുദ്ധത്തിൽ ചെന്നൊരു സ്വഹാബി ചോദിച്ചല്ലോ, ഞാൻ ഇവിടെ കൊല്ലപ്പെട്ടാൽ ഞാൻ എവിടെയാണ് എന്ന് പറഞ്ഞ, സ്വർഗത്തിലാണോ നരകത്തിലാണോ? അതുവരെ കണ്ട് മനസ്സിലാക്കി പറയാൻ കഴിയുമെന്ന സ്വഹാബത്തിന് വിശ്വാസമുണ്ട് എന്നല്ലേ ഇതിന്റെ അർത്ഥം? അതല്ലേ ഈമാൻ? പറഞ്ഞു, നീ സ്വർഗത്തിലാണ്
ഉടനെ കാറൊക്കെ വലിച്ചെറിഞ്ഞു, നേരിട്ട് പോയി ഷഹീദായി മരണപ്പെട്ടു. സ്വർഗത്തിലാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ആ നിലക്ക് നമ്മുടെ ദുനിയാവും ആഖിറവും എല്ലാം അതിന്റെ പൂർണ്ണമായ വിഷയങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുകയും കാണുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് എന്നല്ലേ ഇതാണ് ശൈഖുനയിൽ നിന്ന് യഥാർത്ഥമായി നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം. ശൈഖുൻ അങ്ങനെയായിരുന്നു ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം എന്നും കൂടി ഉണർത്തി ഈ രണ്ട് വാക്ക് ഞാൻ ഉപസംഹരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ഞാൻ വേദി വിട്ടുകൊടുക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.